നമ്മളത് ഒരു കട്ട കൊണ്ടുപോയി ഓരെന്നെ ചെക്ക് ചെയ്തിട്ട് ഓക്കെ ചെയ്തിട്ട് നമുക്ക് ഓക്കെ സെക്ഷന്റെ മെയിൻ ആയിട്ട് നമ്മളൊരു പ്രത്യേകത എന്താ വെച്ചാല് നമ്മള് കൂടുതൽ വൈറ്റ് സിമെന്റ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്ട്രെങ്ത് എപ്പോഴും ഇന്റർലോക്കിനാണ് വരിക. നമസ്കാരം. നമ്മള് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റർലോക്കിനെ പറ്റിയാണ് പറയുന്നത്. അതിന്റെ റേറ്റും ക്വാളിറ്റി കാര്യങ്ങളും എല്ലാത്തിനും കുറിച്ചൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. സാധാരണ നമ്മൾ ഇന്റർലോക്കിന് ഉപയോഗിക്കല് OBC സിമെന്റ് ആണ് നമ്മൾ സാധാരണ ഇന്റർലോക്കിന് ഉപയോഗിക്കല്. അപ്പം ഇവിടെ 52 ഗ്രേഡ് OBC സിമെന്റ് ആണ് ഉപയോഗിക്കുന്നത്. ഈ OBC സിമെന്റ് സാധാരണ നമ്മൾ ഇന്റർലോക്കിന് ഉപയോഗിക്കല് കെമിക്കൽ സെറ്റിംഗ് ആണ്, ക്യൂറിങ് ചെയ്യാത്ത കെമിക്കൽ സെറ്റിംഗ് ആണ് നമ്മൾ ഇതിന് വരിക. അപ്പൊ നമുക്ക് ഇന്നിപ്പം ഒരു ഇന്റർലോക്കിന് ഇത് നമ്മൾ അച്ചിൽ വാർത്തിട്ടാൽ നമുക്ക് നാളെ തന്നെ കൊണ്ടുപോയി അത് നിലത്ത് പതിക്കാൻ പറ്റുന്ന രീതിയിലാണ് വരിക. അപ്പം നമ്മൾ OBC ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇനീഷ്യൽ സെറ്റിങ് പെട്ടെന്ന് നടക്കും. അപ്പം ഒരു സ്ട്രെങ്ത് ഒരു 13 സ്ട്രെങ്ത്തും പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഇത് നമുക്ക് സാധാരണ നമ്മൾ വെള്ളത്തിട്ടാണ്ട് ക്യൂർ ചെയ്യണ മാതിരി ക്യൂർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന്റെ ക്വാളിറ്റി ഒക്കെ നമ്മൾ അറിയാനോ ചെക്ക് ചെയ്യാൻ എന്തെങ്കിലും ഇത് മാർഗം? അത് ഗവൺമെന്റ് എന്താണ് ഇപ്പൊ നമ്മൾ ഗവൺമെന്റിന്റെ PWD വർക്കുകളൊക്കെ എടുക്കണോണ്ട് നമുക്ക് ഇതിന്റെ ക്വാളിറ്റി ചെക്കിങ്ങിന് ഒരു നമ്മളെ കട്ട നമ്മളിത് കൊണ്ടുപോയിട്ട് ഒരു ടെസ്റ്റ് ചെയ്തിട്ട് നമ്മളിതെല്ലാം ഓക്കെയാണ്, നമുക്ക് അതിന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അത് ഒരു നമ്മൾ കൊണ്ടുപോയി കട്ട അല്ല സെലക്ട് ചെയ്യുക. അവരിവിടെ വന്നിട്ട് ഒരു ULCCന്റെ ഇതിന്റെയൊക്കെ വർക്ക് എടുക്കുമ്പോ നമ്മളത് ഒരു കട്ട കൊണ്ടുപോയി ഓരെന്നെ ചെക്ക് ചെയ്തിട്ട് ഓക്കെ ചെയ്തിട്ട് നമുക്ക് ഓക്കെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയും ഉറപ്പ് പറയുന്നത്. സാധാരണ നമ്മൾ ലാബിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തുകൊണ്ട് അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. അങ്ങനെയാണ് നമ്മൾ പൊതുവെ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന കട്ടല്ല ഇതിന് ക്വാളിറ്റിക്ക് ചെക്ക് ചെയ്തപ്പോൾ റാൻഡമായി സെലക്ട് ചെയ്തുകൊണ്ട് അതിൽ നിന്നാണ് ചെക്ക് ചെയ്യല്. അപ്പൊ അങ്ങനെ സ്ട്രെങ്ത് ഉറപ്പ് വരുത്തിയാണ്ടാണ് ഇത് നമ്മൾ ഇങ്ങനെ കൊടുക്കലുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിന് ഗ്യാരണ്ടി കൊടുക്കാനും പറ്റും. ഇതിന്റെ റേറ്റ് എങ്ങനെയാ വരുന്നത്? സാധാരണ ഇന്റർലോക്ക് ഇത് എല്ലാം സെയിം റേറ്റ് തന്നെ വരുന്നത്. നമ്മൾ സ്ക്വയർ ഫീറ്റിനാണ് റേറ്റ് വരുന്നത്. കാരണം എന്താണ് കട്ടന്റെ ഷേപ്പിനോ സൈസിനോ ഒക്കെ ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ സ്ക്വയർ ഫീറ്റിലാണ് നമ്മള് റേറ്റ് വരിക. സ്ക്വയർ ഫീറ്റ് അല്ല ഏത് പാറ്റേൺ ആയാലും അതെ എല്ലാ ഈ ഒരു ടോട്ടൽ ഈ ഒരു പാറ്റേണുകളൊക്കെ ഒരു സെയിം റേറ്റ് ആണ്. സെയിം റേറ്റ് വരുന്നത്. റേറ്റ് ഏകദേശം 60-65 രൂപ ഉണ്ട്. 65 ലെവലിലാണ് റേറ്റ് വരുന്നത്. പിന്നെ ഇത് ഉണ്ടാക്കുമ്പോ നമ്മള് ക്യൂറിങ് ചെയ്യണ്ടല്ലേ? എങ്ങനെ വെള്ളത്തിലിടണ്ടല്ലോ? ഇല്ല, ഇത് വെള്ളത്തിന്റെ ഒരു ആവശ്യമില്ല. കെമിക്കല് ഇത്ര നല്ല കെമിക്കലിന്റെ പവർ കൊണ്ട് ചെയ്യണം. നമ്മളൊരു കട്ട പ്രൊഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാല് ഒരു 2-3 ദിവസം ഉണക്കം കാര്യങ്ങളായി കഴിഞ്ഞാൽ നമുക്ക് കട്ട സൈറ്റിൽ എത്തിക്കല. നമ്മൾ ഈ കട്ട ഏകദേശം ഒരു 52 ഗ്രേഡ് OBC സിമെന്റ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ അത് ക്യൂറിങ്ങിന്റെ ആവശ്യമില്ല, കെമിക്കലി ക്യൂർ ചെയ്ത് വരുന്നതാണ്. പിന്നെ അത് നമ്മൾ OBC ആയതുകൊണ്ട് തന്നെ സ്ട്രെങ്ത് പെട്ടെന്ന് ഗെയിൻ ചെയ്യും. ഒരു 2 ദിവസം കൊണ്ട് തന്നെ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യും. അതുകൊണ്ട് നമുക്ക് 2 ദിവസം കൊണ്ട് തന്നെ പോയി വിരിക്കാം. ഇതിന് പൊട്ടലും ഇതൊന്നും വരില്ല. നമ്മളിപ്പോൾ PVC ആണെങ്കിലാണ് ഈ പൊട്ടലും കാര്യങ്ങളൊക്കെ വരിക. പിന്നെ ഇത് കൂടിയ സ്ട്രെങ്ത് 52 സ്ട്രെങ്ത് ആണ് വരുന്നത്. അപ്പോൾ സ്ട്രെങ്ത് പെട്ടെന്ന് അച്ചീവ് ചെയ്യുകയും ചെയ്യും. പിന്നെ നമ്മൾ ഇതിൽ പ്രൊഡക്ഷന്റെ മെയിൻ ആയിട്ട് നമ്മളൊരു പ്രത്യേകത എന്താ വെച്ചാല് നമ്മൾ കൂടുതൽ വൈറ്റ് സിമെന്റ് യൂസ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള കമ്പനികളെക്കാളും നമ്മൾ കൂടുതൽ വൈറ്റ് സിമെന്റ് യൂസ് ചെയ്യുന്നുണ്ട്. അത് കട്ടന്റെ ഗ്ലേസിങ്ങും കാര്യങ്ങളും കൂട്ടാനും പിന്നെ അതേപോലെ തന്നെ എന്താണ് ഈ പൂപ്പല് കാര്യങ്ങള് അങ്ങനെയുള്ളതൊക്കെ വരുന്നതിൽ നിന്ന് നല്ല തടസ്സം വരാൻ നല്ലതുണ്ട്. നമ്മൾ ബാക്കിയുള്ള കമ്പനികളിൽ നിന്ന് പ്രത്യേകത വെച്ചാൽ നമ്മൾ വൈറ്റ് സിമെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോ ഈ റേറ്റ് പറഞ്ഞത് വിരിക്കാനുള്ള റേറ്റ് അല്ലെങ്കിൽ നമ്മൾ കട്ട സൈറ്റിൽ ചെയ്ത് കൊടുക്കുന്ന റേറ്റ് ആണ്. അവിടെ ട്രാൻസ്പോർട്ടേഷൻ അടക്കിയ പറഞ്ഞു. ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ടോട്ടലി നമ്മളിതില് എക്സ്ട്രാ വരാന്ന് പറഞ്ഞാല് ലെവലിംഗിന്റെ ചാർജ് മാത്രമേ വരുള്ളൂ. പിന്നെ പോളിഷിംഗ് എല്ലാം അടക്കം 65 രൂപയാണ് സ്ക്വയർ ഫീറ്റ് വരുന്നത്. അതെ. പിന്നെ ഈ സ്റ്റോണിന് എങ്ങനെ റേറ്റ് എങ്ങനെ വരുന്നത്? സ്റ്റോണ് പല വെറൈറ്റി സ്റ്റോണ് അത് എന്താണ് ബാംഗ്ലൂർ സ്റ്റോണ്, താന്തൂർ സ്റ്റോണ്, നമ്മളെ കടപ്പ അങ്ങനെ പല ഇതുണ്ട്. എല്ലാം ഡിഫറെന്റ് റേറ്റ് ആണ്. ഇപ്പൊ ബാംഗ്ലൂർ സ്റ്റോൺ ഒക്കെ ഒരു 135 റേറ്റ് ലെവലില് വരും. പിന്നെ എന്താണ് താന്തൂരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 95 റുപ്യ ലെവലില് അങ്ങനെ ഓരോ. പിന്നെ ഇതിന്റെ എന്താണ് ഹൈറ്റ് ഡിഫറൻസിനും ഇതുണ്ടാവും. നമ്മുടെ ഇന്റർലോക്കിന്റെ ബ്രിക്കിന് ഏകദേശം സ്ക്വയർ ഫീറ്റിന് 60-65 രൂപയാണ് വരുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. പിന്നെ ഇവിടെ കുറെ ഉണ്ട്. ഇത് പോളിഷ് ചെയ്യാത്താണ്. പോളിഷ് ചെയ്ത് നമുക്ക് അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിക്കണേ. അതും കൂടി ഒന്ന് കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക്. പല പാറ്റേണിലും രീതിയിലൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നാച്ചുറൽ സ്റ്റോൺ വരുന്നുണ്ട്. നാച്ചുറൽ സ്റ്റോണും നമ്മളെ ഇന്റർലോക്കിനെ കാട്ടി ഒന്നും കൂടി റേറ്റ് കൂടുതലാവും. പിന്നെ ഇതിന് അത്യാവശ്യം സ്ട്രെങ്ത് കിട്ടുന്ന ഇന്റർലോക്കിനാണ് അത്യാവശ്യം സ്ട്രെങ്ത് കിട്ടുന്നത്. നമ്മളെ കാണാനൊന്നും കൂടി ഭംഗി നമ്മളെ നാച്ചുറൽ സ്റ്റോൺ വരുന്നുണ്ടാവും. നാച്ചുറൽ സ്റ്റോണും പല രീതിയിലുണ്ട്.
കടപ്പ സ്റ്റോണ്, ബാംഗ്ലൂർ സ്റ്റോൺ, ഇങ്ങനത്തെ പല രീതിയിലുണ്ട്. അതൊന്നും റേറ്റ് അങ്ങനെ വ്യത്യാസപ്പെട്ടാണ് വരുന്നത്.